ഹലോ, നമസ്കാരം. ഇത് രേവതിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള മാംഗോ കേക്കാണ്. കൂടെ കുറച്ച് ചിക്കൻ കീഷും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ജുഗൽബന്ദി ബുട്ടീക്കിലെ രേവതിയില്ലേ, രേവതിക്ക്. ഇങ്ങനെ ഒരു മാംഗോ സീസണിലാണ് രേവതി ആദ്യമായിട്ട് എന്നെ വിളിക്കണത്. അന്ന് കുറേ സംസാരിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, മാംഗോ കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഫ്രണ്ടിനെ ചിലപ്പോൾ അറിയുണ്ടാവും, അവൾ ഒരു ഡയറക്ടറാണെന്ന്. അത് പറഞ്ഞപ്പോഴേ ഞാൻ ചോദിച്ചു അത് സ്റ്റെഫി ആണോ എന്ന്. അന്ന് എൻ്റെ മനസ്സിൽ ഒരു ലേഡി ഡയറക്ടർ സ്റ്റെഫി മാത്രമാണ്. അത് മാത്രമല്ല, അതിന് 2 ദിവസം മുമ്പും കൂടെ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇരുന്നിട്ട് മധുരമനോഹര മോഹം കാണുന്നുണ്ടായിരുന്നു, സ്റ്റെഫിയുടെ ഡയറക്ഷനിലുള്ള സിനിമ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാട്ടോ. നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കോഴിത്തരം, അത് ആണുങ്ങളുടെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പക്ഷെ പെണ്ണുങ്ങളുടെ കോഴിത്തരത്തിൻ്റെ എക്സ്ട്രീം ലെവൽ രജീഷ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ത്രൂ ഔട്ട് കോമഡി ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടൊരു സിനിമ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കേക്ക് അന്ന് കൊടുത്തു. അവിടുന്ന് അങ്ങോട്ട് രേവതിയുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ കുറേ കേക്ക്സ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. രജീഷയ്ക്ക്, നിൽജയ്ക്ക്, പിന്നെ റിസ്വാൻ, നമ്മുടെ റിസ്വാൻ ദ മേക്കപ്പ് ബോയ്, അങ്ങനെ റിസ്വാൻ, അങ്ങനെ കുറേ പേർക്ക്. ആരുടെയൊക്കെയായിരുന്നു എനിക്ക് പേര് കൃത്യമായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ കുറേ പോയിട്ടുണ്ട്. നമ്മുടെ കൊക്കോ ക്രേവ്, മാംഗോ കേക്ക്, ചോക്ലേറ്റ് കേക്ക്, അങ്ങനെ ഇത്തവണ വീണ്ടും ഒരു മാംഗോ കേക്കാണ് വേണ്ടിയിരുന്നത്. ഇത് 2-3 ആഴ്ച മുമ്പ് ചെയ്തിട്ടുള്ള വർക്കാട്ടോ. അപ്പോൾ ശരിക്കും സീസൺ ഓൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാംഗോ പല ടൈപ്പ് വാങ്ങിയിട്ട് അതിൻ്റെ അകത്തുനിന്നാണ് ഞാൻ ബെറ്റർ ആയിട്ടുള്ള മാംഗോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, നമുക്ക് ഏത് രംഗത്താണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേരുണ്ടാക്കിയെടുക്കാൻ നമ്മുടെ നല്ല അധ്വാനം, പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി ഭാഗ്യം കൂടെ ഉണ്ടായാൽ അത് സെറ്റാണ്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല. ശരിക്കും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഓരോ വർക്കിൻ്റെയും ഓരോ കുഞ്ഞു കാര്യങ്ങളിലും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ മുമ്പ് അവർക്ക് എന്ത് ഇംപ്രഷനാണ് കൊടുത്തത്, അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓരോ വർക്കും നമ്മുടെ മുമ്പത്തേനേക്കാളും ബെറ്റർ ആയിരിക്കണം എന്ന് തന്നെയായിരിക്കും നമ്മുടെ ആഗ്രഹം. ഏറ്റവും മിനിമം അവർക്ക് നമ്മളിലുള്ള ട്രസ്റ്റ് അത് പോവാണ്ട് നോക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ വിശ്വസിക്കണത് ഓരോ പുതിയ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകുമല്ലോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എല്ലായ്പ്പോഴത്തെയും പോലെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെടുമായിരിക്കും എന്നറിയാം, എന്നാലും ആ ഫീഡ്ബാക്ക് വരണവരെ. അപ്പോൾ ആസ് യൂഷ്വൽ മാംഗോ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫീഡ്ബാക്കൊക്കെ അന്നത്തെ മാതിരി തന്നെ ഇന്നും കിട്ടി. അതിൻ്റെ കൂടെ കീഷ് അവിടെ വൻ ഹിറ്റായി എന്നും കൂടെ കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ സന്തോഷം അങ്ങോട്ട് 100 ഇരട്ടിയായി. ഓരോ പ്രോഡക്റ്റ് ചെയ്യുമ്പോഴും ഇത് കഴിക്കുന്ന ആൾക്ക് അങ്ങേയറ്റം സന്തോഷം കിട്ടണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. എന്നിട്ട് അവർ ഫീഡ്ബാക്കിൻ്റെ രൂപത്തിൽ അവരുടെ സന്തോഷം നമ്മളോട് പ്രകടിപ്പിക്കുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ നിഗൂഢമായ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ അധ്വാനം മുഴുവനും.